ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വർത്താനൊക്കെ സുഖമല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ പോണു കേട്ടോ. അപ്പോൾ എന്താ പരിപാടി എന്നായിരിക്കും അടുക്കളയിൽ. രാത്രിയാണ് പരിപാടി കേട്ടോ. തേങ്ങ റിതു പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പുറത്ത് പൊളിക്കാൻ വയ്യായിട്ട് അകത്തുനിന്ന് പൊളിക്കാണ് കേട്ടോ. ഞാൻ ലേസം പത്തിരിയൊക്കെ വാട്ടിക്കാണ്ട് കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ, ആ മോൾ ഭാഗമൊക്കെ നന്നാക്കുമായിരുന്നു റിതുവൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഓൽക്ക് രാത്രി ഉണ്ടാക്കി കൊടുക്കണം എന്നിങ്ങനെ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയൊന്നും നമ്മൾ വല്ലാതെ ഉണ്ടാക്കലില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കുകയാണെങ്കിൽ 1 കിലോനോ 1.5 കിലോനൊക്കെ വാട്ടണം കേട്ടോ. ലേസൊക്കെ ഉണ്ടാക്കിയാൽ അവർക്ക് തികയൂല. അപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് തോനങ്ങോട്ട് വാട്ടി ഉണ്ടാക്കിയാലേ ഓൾക്ക് നല്ല ഇഷ്ടമാണ്. ഇത് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് പത്തിരി ഉണ്ടാക്കി തരീൻ. അപ്പം ഇന്നലെ ലേസം മുരിങ്ങ താളിപ്പം വലിയ കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ വീഡിയോസൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ വിഭവങ്ങളാട്ടോ. ലേസം പത്തിരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കോഴി തലേന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കറി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ലേസം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ലേസം തേങ്ങയൊക്കെ അരച്ച് പാർന്നുകാണ്ട് നീളത്തിൽ നീട്ടി വലിച്ചുകാണ്ട് ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ ഉഷാറാവുമല്ലോ. അപ്പം തേങ്ങ പൊട്ടിക്കാണ്. റിതുവിനോട് ഞാൻ പറഞ്ഞു തേങ്ങ പൊട്ടിച്ചുകൊണ്ട് തേങ്ങ ചിരകടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തേങ്ങ ചിരകാനാണ് ഒക്കത്തിനും മടി. എന്നാലും എൻ്റെ മക്കളൊക്കെ കൂടിത്തരും കേട്ടോ. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ആദ്യമേ അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ മക്കളെയൊക്കെ അങ്ങനെ തന്നെ ശീലിപ്പിക്കൽ. നമ്മൾ ഷെയ്മോളൊന്നും പിന്നെ വല്ലാതെ അങ്ങോട്ട് ഉൾപ്പെടുത്തലില്ല വീഡിയോസിൽ എന്നുള്ളൂ. അവൾ ചെറിയ കുട്ടിയല്ലേ. അപ്പം നമ്മൾ ആ വീഡിയോസിലൊക്കെ വല്ലാതെ അങ്ങനെ പണിയെടുപ്പിച്ചിട്ടൊന്നും എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം അവരെ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെ ശീലിപ്പിക്കൽ. എന്താ വെച്ചാൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുത്തരുത്. നമ്മളൊക്കെ കഴിഞ്ഞു പോയ ആ കാലം ഉണ്ടല്ലോ, അതൊന്നും ഇവർക്ക് ഇനി വരരുത് എന്ന് കരുതിയിട്ടാണ്. നമ്മളെ ഭർത്താക്കന്മാരായാലും മക്കളായാലും മരുക്കളായാലും അമ്മായിമ്മ ആയാലും ഒക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാൾ അടുക്കളയിൽ ഇങ്ങനെ മാത്രം നിർത്തുമ്പോഴേ എല്ലാവരും കൂടി എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം തേങ്ങ ചിരകാനാണ് ഗുസ്തി കൂടുന്നത് കേട്ടോ. തൽക്കാലമൊക്കെ റിതുവിനോട് ഞാൻ പറഞ്ഞു ഒന്നാണ് ചെരണ്ടിക്കൊണ്ട്. അവൻ കുറച്ച് നേരം ചെരണ്ടിയപ്പോൾ ഇതിന് ഓൻ കൊയങ്ങിയാണ്. ബാക്കി ഷെയ്മോളി ഏൽപ്പിച്ചു. കാക്കുവാണ് ഇതിനൊക്കെ കൂടി തരല്. കാക്കുവിനെ ഞാൻ പാക്കിങ്ങിനൊക്കെ നിർത്തിയിട്ടോ. നമുക്ക് മെറ്റീരിയലിൻ്റെ പാക്കിങ്ങൊക്കെ അല്ലേ. അപ്പോൾ ഒരാൾ അയിമലും കൂടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി അടുക്കളയ്ക്ക് വന്നാൽ പിന്നെ ആ പണി അവിടെ കിടന്നാൽ രാത്രിയായ നല്ല മഴയായിരിക്കും, പിന്നെ കറണ്ട് പോക്കും. അപ്പോൾ കുഞ്ഞുമക്കൾ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരു 10 മണിയാകുമ്പോഴൊക്കെ കിടന്നുറങ്ങും. എന്താ വെച്ചാൽ ഈ കറണ്ടൊക്കെ പോക്ക് ഇല്ലോണ്ടേ. കറണ്ട് പോയാൽ പിന്നെ ഓൾക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓലിപ്പോൾ ഇങ്ങനെ കഴിക്കൂട്ടോ. അങ്ങനെ കഴിച്ചുകാണ്ട് പിന്നെ ഓലങ്ങനെ കിടത്തായിരിക്കും. മറ്റേത് കറണ്ടൊക്കെ എല്ലാ ടൈമിലൊക്കെ ആയെന്നേ അവർ കുറേ നേരമൊക്കെ ആവും കിടക്കാൻ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കറണ്ട് പോകും കരുതിക്കാണ്ടേ പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോയാലും കിടക്കാമല്ലോ. അപ്പോൾ നമ്മളെ മിന്നും പൊന്നും ഒക്കെ ഇതാക്കണം കേട്ടോ. ആ വെള്ളത്തിനും വേണ്ടിക്കാണ്ടാണ് ഇങ്ങനെ 4 ഭാഗം നടക്കണത് കേട്ടോ. പിന്നെന്താ പുതിയ കൂട്ടുകാരികളൊക്കെ വന്നിക്കണ്. അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് വീടെന്താ കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ കച്ചവടത്തിന് വെച്ച വീടാണ് കേട്ടോ. ഒന്നാമത് നമ്മളെ വീട് ജപ്തിയും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ അങ്ങനെ വല്ലാതെ പറയില്ല. ഒന്നാമത് അതിന് തീരുമാനം കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രോക്കറൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. അവരിങ്ങനെ വന്ന് നോക്കിക്കാണ്ട് കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ വന്ന് നോക്കും. അപ്പം നമ്മൾ ഈ പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴേ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ വൃത്തികേടായി കിടക്കലായിരിക്കും. അപ്പം ഞാൻ ബ്രോക്കർ കാക്കുവിനോട് പ്രത്യേകിച്ച് വിളിക്കുമ്പോൾ പറയലുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് വിളിച്ച് പറയണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ. ചിലപ്പോൾ പറയും ചിലപ്പോൾ പറയില്ല. പറയാതൊക്കെ കയറി വരുമ്പോൾ നമ്മളെ കുഞ്ഞുമണികളൊന്നും പാമ്പേഴ്സൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ വൃത്തികേടായി കിടക്കല്ലേ. ചിലവർ നല്ല സ്വഭാവമായിരിക്കും കേട്ടോ. അപ്പോൾ അവർ പറയും സാരമില്ല താത്ത, കുട്ടികളിൽ വീട് അങ്ങനെ തന്നെ ആയിരിക്കും പറയും. ചിലർക്ക് ഭയങ്കര VIPസിനൊക്കെ ഭയങ്കര മടിയും കുറവും അറപ്പൊക്കെ ആയിരിക്കും കേട്ടോ. എന്താ നമുക്കൊക്കെ നല്ല രീതിയിൽ കഴിയാനും നല്ല സാഹചര്യത്തിൽ കഴിയാനൊക്കെ പൂതിയല്ലേ. പിന്നെ നമ്മളെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയില്ലേ.
പിന്നെ കൂടുതൽ ആളുകളും പറയലുണ്ട് താത്ത ദാരിദ്ര്യം പറയണ്ട, നല്ലത് പറഞ്ഞാൽ മതി, നല്ല രീതിയിൽ ചെയ്താൽ മതിയെന്ന്. ദാരിദ്ര്യം മാത്രമല്ലേ ഉള്ളൂ നമ്മളെ വീഡിയോസിൽ. പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും പൂതിയാണ് കേട്ടോ മക്കളെ. നല്ല വസ്ത്രം ധരിച്ച് നല്ല VIP ഭക്ഷണം ഉണ്ടാക്കി നല്ല രീതിയിൽ ചെയ്യാൻ നല്ല ആഗ്രഹം. പക്ഷെ നമ്മളെ സാഹചര്യങ്ങളൊന്നും അതിന് വളരെ മോശമാണ്, നിങ്ങൾക്കൊക്കെ അറിയണല്ലേ. പുതിയ ആളുകളൊക്കെ ആയിരിക്കും പറയണത്. പിന്നെ ചെയ്യാൻ കഴിയണതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട്. കൂടുതൽ ആളുകൾ വിളിക്കുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയലുണ്ട്, റിഷാദൊക്കെ ശരിയാവും, കുട്ടികളൊക്കെ വലിയതാവുമ്പോൾ ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അത് ആര് പറയണു അവർ ശ്രദ്ധിക്കണ്ടെന്ന് ഇങ്ങനെ പറയലുണ്ട് കേട്ടോ. എന്തായാലും പഠിച്ചവനൊരു മാർഗം കാണിച്ചു തരാക്കൂല. നമ്മൾ പരിശ്രമിക്കുക. റിഷ നല്ലോണം പരിശ്രമിക്കുന്നുണ്ടല്ലോ, വീഡിയോസിലൊക്കെ കാണലുണ്ട്. ഓരോ ചെറിയൊരു പരിപാടിയാണെങ്കിലും തുടങ്ങിക്കാണ്ട് 10 രൂപ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് റഹ്മത്തൊക്കെ റബ്ബ് തരാക്കൂല എന്നോലൊക്കെ നല്ല പ്രചോദനം തരലുണ്ട് കേട്ടോ. നന്നായിട്ട് അധ്വാനിക്കണം, അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുള്ളൂ. നമുക്ക് ഏതെങ്കിലും വാതിലുകൾ റബ്ബ് തുറന്ന് വെച്ചുകൂട്ടോ. അതിനു വേണ്ടി കണ്ട് നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ ഓടി നടന്ന് കണ്ടുപിടിക്കണം അതേതാണെന്ന്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന് കരുതിക്കാണ്ട് നമ്മൾ മൂലക്കൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളത് തെരഞ്ഞു പിടിച്ച് ആ വാതിൽക്ക് പോയി നിൽക്കുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ടില്ലതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ എന്നെയും എൻ്റെ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. കൂടുതൽ സപ്പോർട്ട് ഉണ്ടോയെന്നും അറിയാം. പിന്നെ ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലേ. അപ്പോൾ വീട് കാണാൻ വരുമ്പോൾ എപ്പോഴും നമുക്കാണ്, പെണ്ണുങ്ങൾക്കാണല്ലേ പഴി കേൾക്കുക. പെണ്ണുങ്ങളായിരിക്കും അധികം പറയാം. നമ്മൾ നന്നാക്കായിട്ടല്ല, നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ നന്നാക്കുന്നുണ്ട്. പിന്നെ കാക്കുമൊക്കെ പണി കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആണുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം, അവർ കുഴങ്ങി വരികയല്ലേ കൂലിപ്പണിയൊക്കെ എടുത്തുകാണ്ട്. അപ്പം എന്ത് വന്നാലും അമ്മക്കാരം കിട്ടുകയല്ലേ. അപ്പം ഞാൻ ആ മോൾ ഭാഗമൊക്കെ എപ്പോഴും നന്നാക്കി ഇടും കേട്ടോ. ഒന്നാമത് മഴ പെയ്തിട്ട് ഇങ്ങനെ നീര് ഒലിച്ച് വരികയല്ലേ ചുമരുമ്പോൾ കൂടെ. അപ്പോൾ ബ്രോക്കർക്കാർക്ക് വരുമ്പോൾ എപ്പോഴും എന്നോട് പറയും, പെണ്ണെ അതൊന്നും നന്നാക്കിയിടും, മനുഷ്യന്മാർ കാണുമ്പോൾ പഴയ വീട് പോലെയാണ് എന്ന് പറയും. അപ്പോൾ ആ ഓഗൊക്കെ ഒന്നും തുറന്നിട്ടാൽ വെള്ളമൊക്കെ ഒന്നങ്ങോട്ടേ നന്നായിട്ട് ഒലിച്ച് പോകുമ്പോൾ കുറേ സമാധാനമാണല്ലോ. അപ്പോൾ ഒന്നും വൃത്തിയായി കിട്ടും. പിന്നെ എപ്പോഴും നമ്മൾ മേലെ പോയി നന്നാക്കണം, ആ ഇല ചാടണവും വൃത്തിയാക്കിയൊക്കെ ഇടണം കേട്ടോ. പിന്നെ കൂടുതൽ ആളുകളും പറയാതെയൊക്കെ വരും. ഇങ്ങനെ പറയാതെ വന്നുകാണ്ട് പെട്ടെന്നാണ് കയറുമ്പോൾ മക്കളൊക്കെ എല്ലാം കൊണ്ട് പിന്നെ കുറേ സമാധാനമാണ്. ഓലക്കപ്പാട് എടിപിടേ ആകെ എല്ലാ പണികളും കൂടിയേ ഒക്കെ ഇങ്ങോട്ട് വൃത്തി ഇങ്ങോട്ട് ആക്കലാണ് കേട്ടോ. ഒരു മനുഷ്യൻ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് പറയാതെയൊക്കെ കയറി വരുമ്പോഴേ വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ടൈമല്ലേ. ഇപ്പം മഴയൊക്കെ അല്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ പുറമൊന്നും അടിച്ചു വരാൻ വയ്യ. അപ്പോൾ മഴ ചോരുന്നതിനനുസരിച്ചാണ് ഞാൻ അടിച്ചു വരിക. അപ്പോൾ അവിടെയൊക്കെ വൃത്തികേടായി കിടക്കുകയായിരിക്കും. അപ്പം അതൊക്കെ നന്നാക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. നിങ്ങളൊക്കെ ദുആ ചെയ്യേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം റബ്ബ് കാണിച്ചു തരാൻ. അപ്പം നമ്മൾ ഇച്ചുമ്മ അതാക്കണം കേട്ടോ. ഇച്ചുമ്മ പതിവ് പോലെ ഓടി വന്നു. ഓളവിടെ എഴുതുകയൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂൾ തുറന്നിട്ടുണ്ട്, ഇവിടെ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓടി വന്നുകാണ്ട് പത്തിരിയൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളൊക്കെ അങ്ങനെ കഴിച്ചുകാണ്ട് അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആവും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഷെയ്മോളോട് ഞാൻ പറയാം, തല്ലിടുന്നുണ്ട്, രണ്ടാൾക്കും ഓരോ പിച്ച് കൊടുക്കുകയായിരുന്നു കാണ്ടേ കൊടുത്ത് അവർ കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ പൊന്നും അങ്ങനെ നല്ല കരച്ചിലായപ്പോൾ ഓളെടുത്തു. ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു പണി എടുക്കാൻ അയക്കൂലായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെല്ലാ പണികളും നമ്മൾ എടുക്കണ്ടേ. നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണല്ലേ. അതിന് ഒരാളെ നമ്മൾ കാത്തു നിന്നിട്ട് കാര്യമല്ല കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ട് എന്ന് കരുതികാണ്ട് നമുക്കായിട്ടൊരു പണികൾ കുറച്ചുണ്ടാവൂലേ, അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ കറി കേട് നിൽക്കണമെന്നൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിക്ക് തേങ്ങ അരിച്ച് കാണ്ടാണ് പാറ്റ് വറുത്തുകാണ്ടൊക്കെ ഇടണം എന്നൊക്കെ കരുതിന്. ഇനി വറുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ കരച്ചിലായിരിക്കും. അപ്പോൾ ആ ഉള്ളി തൂമിച്ച് തേങ്ങ ചരുതിയത് അരച്ച് കാണ്ടാണ് പാറ്റ് കേട്ടോ.
അപ്പം നമ്മൾ അടിപൊളി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. ഉപ്പിൻ്റെ ഇത്തിരി കമ്മിയുണ്ട്. അപ്പോൾ ആ ഉപ്പും കൂടിയാണ് ഇട്ടാലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് കരുതിയാണ്ട്. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും പറഞ്ഞ പോലെ എല്ലാവരും കൂടി എടുത്താൽ പെട്ടെന്നാണ് പണിയൊക്കെ കഴിയും കേട്ടോ. എൻ്റെ മക്കളൊക്കെ പിന്നെ ആദ്യം ഒപ്പം കൂടെ നിൽക്കും കേട്ടോ. മക്കളെയൊക്കെ കൂട്ടി പിടിച്ചുകാണ്ട് എപ്പോഴും നമ്മൾ പണിയെടുത്തുകാണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം തന്നെ നമ്മളെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. പിന്നെ പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ലേസം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ. ഞങ്ങൾക്ക് അറിയണ്ടി എനിക്കോ ആ ജിന്നോളി മമ്മ ജിന്നോളി മടി കച്ചേടിയില്ലേ അനക്ക് കറി മോദി അവിടെ തിന്നോ തിന്നാ തിന്നാണി